കേരളത്തിലെ എല്ലാ സമൂഹങ്ങളിലും പ്രബലമായ എല്ലാ സമൂഹങ്ങളിലും കണ്ടുവരുന്ന ഒരുപക്ഷെ ഏക കലാരൂപമാണ് പരിചമുട്ടുകളി. എങ്കിലും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പരിചമുട്ടുകളിയാണ് യുവജനോത്സവത്തിലെ പ്രകടമായ സ്വാധീനം ചെലുത്തുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തട്ടുടുത്തതും താർവാച്ചി കുത്തിയതും ആയിട്ടുള്ള ടർബനും മുണ്ടും വേഷ്ടിയും അതുപോലെ തന്നെ ചുവന്ന അരപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വേഷം. ചില ഗ്രൂപ്പുകളിലെ ഹെഡ് ടർബൻ തയ്യൽ കെട്ടും സാധാരണ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ തോൾ വളകൾ ഉപയോഗിക്കുന്ന സമ്പ്രദായവും ഇപ്പോഴും നിലവിലുണ്ട്. നമ്മുടെ സൈനിക പാരമ്പര്യത്തിൻ്റെ ചുവടുമുറകളാണ് പരിചമുട്ടുകളിയിലെ കവിമൂളൽ, ഒന്നാം ചുവട്, മുക്കണ്ണൻ, തട്ടുപിരിയൽ, അങ്ങനെ 4 ഘടകങ്ങളാണ് പരിചമുട്ടുകളിയുടെ പഠന വിഷയമാകുന്നത്. സാധാരണ ക്രിസ്ത്യൻ പള്ളിപ്പെരുന്നാളുകളിൽ ഗീവറിസ് സഹദായുടെ അപദാനങ്ങൾ, മാറൻകളിയിലെ പോലെ തന്നെ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ അപദാനങ്ങളും ജീവിതവും പ്രവർത്തനവും, വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രക്തസാക്ഷിത്വവും ജീവിതവും പ്രവർത്തനവും, അങ്ങനെ ഓരോരോ കളിയോഗങ്ങളിലും അവരുടെ ഇടവക മധ്യസ്ഥൻ്റെ പ്രകൃതി അനുസരിച്ചുള്ള പാട്ടുകളാണ് ഉപയോഗിച്ച് വരുന്നത്. പരിചമുട്ടുകളിയിൽ ശരിക്കും ആയുധങ്ങൾ ആദ്യം ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം പരിചമുട്ടുകളി ഒരു സൈനിക ലക്ഷണമൊത്ത പൗരാണിക കലാപൈതൃകമാണ്. നമ്മുടെ കോലുകളിയും പരിചമുട്ടുകളിയും തമ്മിലുള്ള ഒരു പ്രകടമായ വ്യത്യാസം ഇവിടെ വാളും പരിചയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചുവടുകൾക്കൊക്കെ വലിയ വ്യത്യാസം കാണാത്തപ്പോൾ തന്നെ പരിചമുട്ടുകളിയിൽ പരിചകൾ തമ്മിൽ മുട്ടിക്കുന്നു. കാര്യം ഇനി വേറെ പരിചകളിയുണ്ട്, അതുകൊണ്ടാണ് ഇതിന് പരിചമുട്ടുകളി എന്ന് പ്രത്യേകം പറയുന്നത്. കാര്യം പരിചമുട്ടുകളിൽ അതിൻ്റെ താളത്തിനൊപ്പിച്ച് അതിൻ്റെ താനവട്ടത്തിനൊപ്പിച്ച് ഉശിരുള്ള നല്ല സൈനിക ശക്തിയുള്ള അടവും തടവുകളും വെട്ടും തടയുമൊക്കെ പരിചമുട്ടുകളിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. വാളും പരിചയും തമ്മിൽ വെട്ടി മുട്ടിക്കുന്നു എന്നുള്ളതാണ് പരിചമുട്ടുകളി എന്ന് പറയാൻ പ്രത്യേക കാരണം. കാര്യം പരിച വീശുകളിയെന്ന് വേറെ ഒരു കളി രൂപമുണ്ട്. അപ്പോൾ പരിചമുട്ടുകളിയിൽ വരുന്ന ഇത് ഇപ്പോൾ ചിലർ മരത്തിൻ്റെ പരിച ഉപയോഗിക്കുന്നു, ചിലർ ശരിക്കും തകരത്തിൻ്റെ പരിച ഉപയോഗിക്കുന്നു, മരത്തിൻ്റെ വാളുപയോഗിക്കുന്ന കളിയോഗങ്ങളുണ്ട്. ഇത് ആശാനാണിത് പഠിപ്പിക്കുന്നത്. ആശാൻ ഒരു 10-20 കളികൾ സാധാരണ നിശ്ചയം ഉണ്ടാവാറുണ്ട്. അതിൽ 5-6 കളികളാണ് തിരുനാളുകൾക്ക് കളിക്കുന്നത്. ഇപ്പോൾ രംഗവേദികളിൽ കളിക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, അതേസമയം തന്നെ പെരുന്നാളുകൾ പൊടിക്കുന്ന ഫെസ്റ്റിവൽ പ്രോഗ്രാമുണ്ട്. ഈ രംഗകലയും ഫെസ്റ്റിവൽ കലയെ മാറുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകത, രംഗകലയ്ക്ക് നിയതമായ സ്ഥലങ്ങളും സ്ഥാനങ്ങളും അതിൻ്റെ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. ഫെസ്റ്റിവൽ കല എന്ന് പറയുമ്പോൾ പെരുന്നാൾ പരിചമുട്ട് കളി എന്ന് പറയുമ്പോൾ അത് മൂവിങ്ങിലാണ് വരണത്. അത് പെരുന്നാളിന് മാത്രമല്ല, ഇതുപോലെ സാംസ്കാരിക യാത്രകൾ, അതുപോലെ തന്നെ വർണ്ണഘോഷയാത്രകൾ, ഇതുപോലെ സ്വീകരണ യോഗങ്ങൾ, തിരുനാൾ പ്രദക്ഷിണങ്ങൾ ഒക്കെ പരിചമുട്ടുകളി 32 പേരുടെ പരിചമുട്ടുകളിയാണ് ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ടുള്ളത്.
8 പേരുടെ പരിചയമുട്ട് കളിയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് 32 പേരുടെ. 32 പേരെന്ന് പറയുമ്പോൾ പ്രദക്ഷിണത്തിന് കൂടെ പാടി ആശാന്മാർ ശരിക്കും പറഞ്ഞാൽ അവർ നടുക്കാണ് നിൽക്കുന്നത്. ആശാന്മാർ നടുക്ക് നിന്നിട്ട് നടക്കുന്നവർ പാടുന്നു, ശിഷ്യന്മാർ അവരുടെ ചുറ്റും നിന്ന് കളിക്കുന്നു. പക്ഷേ മൂവിങ് ആകുമ്പോൾ ഫെസ്റ്റിവൽ പ്ലേ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ചുവട് വെച്ച് അത് ഇങ്ങനെ സമാന്തരമായി മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റത് സർക്കിളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് വ്യത്യാസം വരണത്. ശരിക്കും പരിചയമുട്ട് കളിയിൽ രംഗകലയാകുമ്പോൾ അത് സർക്കിളായിട്ട് വൃത്തത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. അത് ഫെസ്റ്റിവൽ പ്ലേ ആകുമ്പോൾ അത് സമാന്തരമായിട്ട് മൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും ഒരേ സമയം തന്നെ ആകർഷണീയമാണ്. ഇപ്പോൾ പരിചയമുട്ട് കളി ഒരു ഈ കോമ്പറ്റീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, മത്സരം ഇല്ലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിചയമുട്ട് കളിയും ശരിക്കും നാമാവിശേഷമായി പോയി വന്നതാണ്. ഇപ്പോഴേ ഇവിടെ ഇത് കൃപാസനം പൗരാണിക രംഗകലാപീഠം കേരളത്തിൻ്റെ ഏക ക്രിസ്തീയ കലാകേന്ദ്രമാണ്. ആലപ്പുഴ കലവൂരിൽ ഇവിടെ നാഷണൽ ഹെറിറ്റേജ് സ്റ്റഡീസ് സെൻറ്ററിൽ പരിചയമുട്ട് കളി ആശാന്മാർ താമസിച്ച് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ഇവിടെ താമസിച്ച് പഠിക്കാനും അഭ്യസിക്കാനും സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൃപാസനം ദേശീയ പഠന കേന്ദ്രം നൽകുന്നുണ്ട്.